ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. എന്റെ വീട് തിരുവല്ലയിലാണ്. ഇപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരത്ത് ഒരു വാടക വീട്ടിലാണ്. കാരണം ഭാര്യയ്ക്ക് അവിടെയാണ് ജോലി. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ ഭാര്യയും അവളുടെ ഒരു കൂട്ടുകാരിയും കൂടിയുണ്ട്. അവളുടെ പേര് വിനീത എന്നാണ്. അവളും എന്റെ ഭാര്യയും ഒരുമിച്ചൊരിടത്താണ് ജോലി ചെയ്യുന്നത്. കൂട്ടുകാരിയുടെ വീട് എറണാകുളത്താണ്. ഒറ്റയ്ക്ക് ഹോസ്റ്റലിലെങ്ങും പോകണ്ട, ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ ഇവിടെ, അതുകൊണ്ട് നിനക്കും കൂടി ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞ് ഭാര്യയാണ് അവളെ കൂടി ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിർത്തിയത്. ഒരിടത്താണ് അവർ ജോലി ചെയ്യുന്നതെങ്കിലും ഷിഫ്റ്റ് വേറെയാണ്. വിനീത ആള് ഇരുനിറമാണ്. കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ആളിന് വലിയ നീളമൊന്നുമില്ല. ഒരു കുറ്റി സാധനമെന്ന് പറയാം. ലെഗിൻസും ഒക്കെ വലിച്ചു കയറ്റിയിട്ട് ആ പോക്ക് കണ്ടാൽ ആര് കണ്ടാലും തിരിഞ്ഞു നിന്ന് നോക്കും. കാരണം അത്രയ്ക്കുണ്ട് ആ പിന്നഴക്. ആദ്യമൊക്കെ തമ്മിൽ കാണുമ്പോൾ സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഒരു ദിവസം എല്ലാം മലക്കം മറിഞ്ഞു. ഞാൻ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഫ്രിഡ്ജിൽ നിന്നും എന്തോ എടുക്കാൻ വന്നു. അവൾ അത് എടുക്കുന്നതിനിടയിൽ ഫ്രിഡ്ജിലിരുന്ന പച്ചക്കറി എല്ലാം കൂടി താഴെ വീണു. അവൾ അബദ്ധം പറ്റിയ പോലെ എന്നെ ഒന്ന് നോക്കി. കുഴപ്പമില്ല, നമുക്ക് പറക്കി വെക്കാം, ഞാൻ പറഞ്ഞു. ഞാനും അവളും കൂടി കുനിഞ്ഞു താഴെ വീണ പച്ചക്കറികൾ പറക്കി ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ട് ഞെട്ടിയത്. അവളുടെ ആ ഇറങ്ങിയ കഴുത്തുള്ള നൈറ്റിയുടെ ഇടയിൽ കൂടി ഞാനത് കണ്ടു. അവളുടെ ആ മാതള നാരങ്ങകൾ. അവൾ ഇരുനിറമാണെങ്കിലും അതിന് നല്ല വെളുപ്പ് നിറമായിരുന്നു. ഉള്ളിലൊന്നും ഇടാത്തത് കൊണ്ട് നല്ലതുപോലെ കാണാൻ പറ്റി. അവൾ എന്നെ നോക്കിയതും ഞാൻ അവളുടെ എവിടേക്കാണ് നോക്കുന്നതെന്ന് മനസ്സിലാക്കിയ അവൾ ഒരു പുഞ്ചിരിയോടുകൂടി റൂമിലേക്ക് പോയി. ആ കാഴ്ച എന്റെ സിരകളെ ത്രസിപ്പിച്ചു. അതെന്റെ മനസ്സിൽ നിന്ന് മാറാതെ നിന്നു. പിന്നെ പിന്നെ അവളെ കാണുമ്പോൾ അവളുടെ ശരീരത്തിലോട്ടും ഞാൻ ഒളികണ്ണിട്ട് നോക്കാൻ തുടങ്ങി. അപ്പോൾ മാത്രമാണ് ഞാൻ അവളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ തുടങ്ങിയത്. അവളെ ഓർത്ത് ചെയ്യാൻ തുടങ്ങി. അവസരം കിട്ടുമ്പോഴെല്ലാം അവളെ നോക്കാനും തുടങ്ങി. അതിനുശേഷം അവളെ കാണുമ്പോൾ ഞാൻ ഒരു ചമ്മിയ ചിരി ചിരിക്കും. അവള് പക്ഷെ നോർമൽ പോലെ പെരുമാറാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഞാൻ അടുക്കളയിൽ പാത്രം കഴുകുമ്പോൾ അവള് ഫുഡ് കഴിച്ച പാത്രമായി വന്നു. ഞാൻ കഴുകുന്നതിന്റെ ഇടയിലൂടെ അവൾ ആ പാത്രം സിങ്കിലേക്ക് ഇട്ടു. അപ്പോൾ അവളുടെ ആ മുന്നഴക് എന്റെ ബോഡിയിൽ ഒന്ന് സ്പർശിച്ചു. ഞാൻ അപ്പോൾ ഒന്ന് തിരിഞ്ഞു നിന്നു. അപ്പോൾ അവൾ ഒരു ചിരി ചിരിച്ചിട്ട് വീണ്ടും റൂമിലേക്ക് പോയി. അതോടെ എന്റെ ഉള്ളിൽ അവളെ ഒന്ന് ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിലെന്നായി. പിന്നെ അവളെ ഓർത്ത് ഓരോന്നും ഞാൻ ചെയ്യാൻ തുടങ്ങി. അവൾ തുണി അലക്കിയിടുമ്പോൾ അവളുടെ അടിവസ്ത്രം എടുത്തുകൊണ്ട് പോയി ചെയ്യുന്നത് ഒരു പതിവായി തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ അവളെ ഓർത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾ പെട്ടെന്ന് റൂമിലോട്ട് കയറി വന്നത്. ഞാൻ പെട്ടെന്ന് കൈ മാറ്റിയെങ്കിലും അവൾ അത് കണ്ടുവെന്ന് തോന്നുന്നു. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ അവൾ എന്നെ കാണുമ്പോൾ ഒരു കള്ളച്ചിരി ചിരിക്കും. ഞാൻ ഒരു ചമ്മിയ ചിരിയും. അങ്ങനെ ഒരു ദിവസം ഞാൻ അടുക്കളയിൽ ഫുഡെല്ലാം വെച്ച് കഴിഞ്ഞ് എല്ലാം അടുക്കി വെക്കുമ്പോൾ അവൾ അങ്ങോട്ട് കയറി വന്നു. ഞാൻ അപ്പോൾ തിരിച്ച് റൂമിലോട്ട് പോന്നു. റൂമിൽ വന്ന് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ എന്ന് കരുതി അടുക്കളയിലേക്ക് ചെന്ന്. അവൾ അപ്പോൾ അവിടെ ഇരുന്ന് മീൻ കഴുകുകയായിരുന്നു. അവളുടെ ആ ബാക്ക് വശം കണ്ടപ്പോൾ തന്നെ എനിക്ക് ആകെ തരിച്ചു കയറി. മീൻ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബാക്കിൽ കൂടെ പോയി കഴുകി വെച്ചിരുന്ന ഗ്ലാസ് എടുക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ അവളെ ഒന്ന് ടച്ച് ചെയ്തു. അവൾ തിരിഞ്ഞെന്നെ ഒന്ന് നോക്കിയിട്ട് താഴേക്ക് നോക്കി. എന്റെ ഫ്രണ്ട് വശം പൊങ്ങി നിൽക്കുന്നത് അവൾ കണ്ടു. അവൾക്കറിയാൻ പറ്റുമായിരുന്നു. അവൾ അത് കണ്ടൊന്ന് പുഞ്ചിരിച്ചു. ഞാനാണ് പെട്ടെന്ന് തിരിഞ്ഞ് റൂമിലേക്കും പോയി. ഇതിനുശേഷം ഞാൻ അവളുടെ മുഖത്ത് നോക്കിയിട്ടില്ല. ഒരു ചമ്മൽ. പക്ഷേ അവൾ സാധാരണ പോലെ തന്നെ പെരുമാറി. അപ്പോഴും എന്റെ ഉള്ളിൽ അവളെ ഒന്ന് ചെയ്യാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ഞാനത് തീർക്കുന്നത് അവൾ അലക്കിയിട്ട തുണികളിൽ ഓരോന്ന് ചെയ്താണ്. പക്ഷെ ഒരു നാൾ അത് അവൾ പൊക്കി. അവൾ അലക്കെ ഡ്രസ്സ് എടുക്കാൻ ചെന്നപ്പോൾ തുണി നനഞ്ഞിരിക്കുന്നു. ഞാൻ എന്തോ അവിടുന്ന് എടുക്കുന്നത് അവൾ കണ്ടായിരുന്നു. അവൾ എന്നെ നോക്കി ഒരു ചിരി ചിരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് അവൾ കണ്ടെന്ന്. എനിക്ക് ഒരു കാര്യം പിടികിട്ടി. ഞാൻ ഇതൊക്കെ ചെയ്തിട്ടും അവൾ ഒന്നും പറയുന്നതുമില്ല, ദേഷ്യപ്പെടുന്നതുമില്ല. സാധാ പോലെ പെരുമാറുന്നു വീണ്ടും. അങ്ങനെ ഞാൻ അത് തീരുമാനിച്ചു. അവളോട് ചോദിച്ചാലോ എന്ന്. അങ്ങനെ ഒരു ദിവസം എന്റെ ഭാര്യ ജോലിക്ക് പോയ സമയം ഞാൻ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്ന രീതിയിൽ കയറി.
അവൾ കിച്ചണിൽ രാവിലത്തെ ഫുഡ് എടുക്കാൻ വന്നു. അവൾ കഴിക്കാനുള്ള പാത്രം എടുത്ത് സിങ്കിലോട്ട് കഴുകാൻ പോയത് ഞാൻ ബാക്കിലൂടെ പോയി കഴുകി വെച്ച ഞങ്ങളുടെ പാത്രം എടുക്കുന്ന രീതിയിൽ അവളുടെ ബാക്കിൽ ഞാനൊന്ന് മുട്ടിച്ചു. അവൾ അപ്പോൾ ഒന്നും മിണ്ടാതെ പാത്രം എടുത്തുകൊണ്ട് പോയി. ഞാൻ അവിടെ തന്നെ നിന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൾക്ക് ഇതിലൊന്നും കുഴപ്പമില്ലെന്ന്. അങ്ങനെ ഞാൻ അവിടെ തന്നെ നിന്നു, അവൾ കഴിച്ചു വരുന്നത് വരെ. അവൾ അപ്പോൾ കഴിച്ചിട്ട് പാത്രം കഴുകാൻ വീണ്ടും വന്നു. ഞാൻ വീണ്ടും ബാക്കിൽ കൂടെ പോയി അവളുടെ ബാക്കിൽ ഒന്ന് മുട്ടിച്ചു. ഇപ്രാവശ്യം ഞാനത് പെട്ടെന്ന് എടുത്തില്ല. അവളും ഒന്നും പറഞ്ഞില്ല. എനിക്ക് അപ്പോൾ മനസ്സിലായി അവൾക്കത് ഇഷ്ടമായി എന്ന്. എന്തും വരട്ടെ എന്ന് കരുതി ഞാൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. അവൾ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിന്നു. ഞാൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവളുടെ മുഖം ചുവന്നു തുടുത്തിരുന്നു. ആ കണ്ണുകളിൽ വികാരത്തിന്റെ വേലിയേറ്റം ഞാൻ കണ്ടു. അവൾ വിറയ്ക്കുന്ന അതരങ്ങളാൽ എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല. അവളെ എടുത്തുകൊണ്ട് റൂമിലോട്ട് വന്നു. അപ്പോഴാണ് അവൾ പറയുന്നത്, എത്ര നാളായെന്നറിയാമോ ഒരു ചെറിയ സുഖമെങ്കിലും എനിക്ക് കിട്ടിയിട്ട്. നാട്ടിൽ അവളും ഹസ്ബൻഡും തമ്മിൽ ഒന്നും നടക്കാറില്ല. രാവിലെ 6 മണിയാവുമ്പോൾ അയാൾ പോകും, പിന്നെ രാത്രിയേ വരൂ. അതിനുശേഷം ആഹാരം കഴിച്ചേച്ച് കിടന്നുറങ്ങും. വല്ലപ്പോഴുമെങ്ങാനും ഒന്ന് ചെയ്താൽ ചെയ്തു. ആ അവസരങ്ങൾ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ചു. അവളെ കൊണ്ട് ഞാൻ കുതിരസവാരി ചെയ്യിപ്പിച്ചു. ഞാനും വിട്ടുകൊടുത്തില്ല. ആക്രാന്തം മൂത്ത് അവൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. കുറച്ചു കഴിഞ്ഞ് മഴയും പേമാരിയും തോർന്നു. ഞങ്ങൾ എഴുന്നേറ്റ് നേരെ ബാത്റൂമിലേക്ക് പോയി.